നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസിലേക്ക് BJP തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ട്രഷറികൾക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി. ധർണ BMS സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റായി സണ്ണി പൈമ്പിളിലിനെ വീണ്ടും തെരഞ്ഞെടുത്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി റോബിൻസൺ P. ജോസിന് KGOA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ജില്ലാ ആസൂത്രണ സമിതി അംഗം CB വർഗീസ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലീഗയുടെ ദുക്റാന തിരുനാൾ ജൂലൈ 3-ന് ആഘോഷിക്കും. വാർത്തകൾ വിശദമായി. കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസിലേക്ക് BJP തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. BJP ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. സമരക്കാർ ബലം പ്രയോഗിച്ച് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. കൈക്കൂലി കേസിൽ അകപ്പെട്ട നഗരസഭാ ചെയർമാൻ കൗൺസിലർ സ്ഥാനവും രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പൊതുപ്രവർത്തന രംഗത്തു നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ CPM നേതൃത്വം തയ്യാറാകണം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയും കൂട്ടാളികളുമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. സ്വന്തം മകളുടെ കമ്പനിയിൽ നിന്ന് പോലും 1.75 കോടി കമ്മീഷൻ കൈപ്പറ്റിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ട് പോലും പിണറായി വിജയൻ നാണവും മാനവുമില്ലാതെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണെന്ന് PC ജോർജ് കുറ്റപ്പെടുത്തി. കോൺട്രാക്ടർ ചെയർമാൻ ഏജന്റാണെന്ന് സമ്മതിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും സമ്മതിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. MLA ചെയർമാൻ സ്ഥാനം മാത്രമല്ല, അയാൾ വളരെ നിർബന്ധമായും മെമ്പർ സ്ഥാനവും കൂടി രാജിവെക്കണമെന്ന് ശക്തമായി BJP ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും അത് നമുക്ക് പിന്നീട് കാണാം. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയും മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അയാളുടെ കൂട്ടാളികളുമാണ്. സ്വന്തം മകളെ പോലും 1,72,00,000 രൂപ 1,72,00,000 രൂപ CMRൽ നിന്ന് കൈക്കൂലി ഏജന്റായി വാങ്ങി കമ്മീഷൻ വാങ്ങിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതിവെച്ചിട്ട് പോലും പിണറായി നാണവും മാനവുമില്ലാതെ മുഖ്യമന്ത്രി കസേര അളിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഈ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തി രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച് കബളിപ്പിക്കാൻ നോക്കണ്ട. താൻ ചെയർമാൻ സ്ഥാനം മാത്രം രാജിവെച്ചാൽ പോരാ, ആ മെമ്പർ സ്ഥാനം കൂടെ രാജിവെക്കണം. ആ മെമ്പർ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചുമതല ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണി ഏറ്റെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായി നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ധർണ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം അധ്യക്ഷത വഹിച്ചു. മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി, ജില്ലാ പ്രസിഡന്റ് KS അജി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PA വേലുക്കുട്ടൻ, PP സാനു, മുനിസിപ്പൽ കൗൺസിലർമാരായ PG രാജശേഖരൻ, C. ജിതേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K. കുമാർ, C. സന്തോഷ് കുമാർ, മുനിസിപ്പൽ കൗൺസിലർ മണ്ഡലം സെക്രട്ടറി ഷിബു ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വിവിധ നേതാക്കൾ നേതൃത്വം നൽകി. മുനിസിപ്പൽ അഴിമതിയിൽ CPMന്റെ പങ്കെന്ത്, ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കുക എന്ന മുദ്രാവാക്യവുമായി യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TS ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ നഗരസഭയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താക്കൾ, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പലവിധ കാരണങ്ങളുടെ പേരിൽ മാറ്റിവെച്ചിരുന്ന ഫയലുകൾ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കപ്പെടാതെ വീണ്ടും ആ ഫയലുകളുടെ അടുത്ത് വിളിച്ചു വരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് AEയുടെ ഓഫീസിലേക്ക് വരുത്തുകയും അതിനുശേഷം AE ഉടനെ പറയുന്നു, നിങ്ങൾ ചെയർമാനെ പോയി കണ്ടുവച്ചു വരിക, അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫയലിന് തീരുമാനമുണ്ടാക്കാമെന്ന് അദ്ദേഹം വരുന്ന വ്യക്തിയോട് പറയുന്നു. അദ്ദേഹം പോയി ചെയർമാനെ കാണുന്നു. ചെയർമാൻ പറയുന്നു, ഈ AEക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം കേട്ടോ, നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽ നമുക്ക് പരിഹരിക്കപ്പെടാം. ഉടനെ തിരിച്ചു നേരെ AEയുടെ അടുത്തിലേക്ക് വിടുന്നു. AE പറയുന്നു, അത് തുക നിശ്ചയിക്കുന്നു. ഈ തുക പങ്കുവെറ്റുന്നത് ആരൊക്കെയാണ്? ഈ തൊടുപുഴ ചെയർമാൻ മാത്രമാണോ? ഈ ചെയർമാൻ പിണറാളികൾ പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന നിരവധിയായ മറ്റുള്ള പാർട്ടികളുള്ള ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ടെന്ന് തൊടുപുഴ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ആരും വിസ്മരിക്കപ്പെടുന്നില്ല. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ ആ പണം പങ്കുപറ്റുന്ന തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ മാത്രമല്ല, ആ ചെയർമാൻ ഇവിടെ കുടിയിരുത്തിയ, ആ ചെയർമാൻ ഇവിടെ ചെയർമാനാക്കി അവരോധിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ പിന്നാമ്പുറം കൊണ്ടു കൊടുത്തുകൊണ്ട് മറ്റു മുന്നണിയിൽപ്പെട്ട ആളുകളെ വശീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചില പാർട്ടിയുടെ നേതാക്കന്മാരും ആ അഴിമതിയുടെ പങ്കുപറ്റുന്നുവെന്ന് തൊടുപുഴ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അതാണ് നിത്യസത്യം. അതല്ലേ നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, അദ്ദേഹം തന്നെ ഇപ്പൊ പുറത്തു പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചെയർമാൻ തന്നെ പറയുന്നു, കഴിഞ്ഞ നവകേരള സദസ്സിനാണെങ്കിലും പാർട്ടി ഓഫീസ് പണിയുന്നതിനാണെങ്കിലും ലക്ഷക്കണക്കിന് രൂപ പിരിവെടുത്ത് ഈ പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുള്ളവരാണ്. അതിന്റെ കണക്കെല്ലാം എനിക്ക് അറിയണമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പല സുഹൃത്തുക്കളോടും പറയുന്നത്. അതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞങ്ങൾക്കെന്നേ പറയുവാനുള്ളൂ, തൊടുപുഴ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു മുന്നണിയെ മറിച്ചിട്ടുകൊണ്ട് പിന്നാമ്പുറങ്ങളിൽ കൂടി രണ്ടുപേരെ കൂടെ വശീകരിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുത്ത CPM അടക്കമുള്ള നേതാക്കന്മാർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരവും യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചു. അഴിമതിയിൽ മുങ്ങിത്താഴുന്ന ഭരണസമിതിയെ താഴെയിറക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭ ഓഫീസിന് മുന്നിൽ മുനിസിപ്പൽ ചെയർമാന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. KM നിഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി PB ഷെരീഫ് സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സലീം കൈപ്പാടം, മണ്ഡലം ട്രഷറർ സുബേർ ഇല്ലിക്കൽ, PN ജാഫർ, യൂത്ത് ലീഗ് നേതാക്കളായ PM നിസാമുദ്ദീൻ, അൻഷാദ് കുറ്റിയാനി, അജാസ് പുത്തൻപുര, സൽമാൻ ഹനീഫ്, സക്കീർ ഇളമാക്കൽ, ബഷീർ PU അൻസാരി, VM ജലീൽ, മുഹമ്മദ് ഇരുമ്പുപാലം, സക്കീർ മൂണ്ടക്കൽ, KK ഷാജി, OE ലത്തീഫ്, KM അജ്മൽ, PK മൂസ, AM നജീബ് സിയാദ്, MA ഷിഹാബ്, PM ബാവ, നജീബ് തൊടുപുഴ, ബാദുഷ അബ്ബാസ്, അൻസാരി VN, ഫൈസൽ എൽപ്പറമ്പിൽ, VK റബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ട്രഷറികൾക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി. ധർണ BMS സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. കരിമണ്ണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ കൂട്ടധർണ പെൻഷനേഴ്സ് സംഘ് ജില്ലാ വൈസ് പ്രസിഡന്റ് VA നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. മെഡിസിൻ അപാകതകൾ പരിഹരിക്കുക. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ട്രഷറികൾക്ക് മുമ്പിൽ കൂട്ടുധർണ നടത്തി. ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക, 2019 പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, കുടിശ്ശിക ക്ഷാമാശ്വാസ ഗഡുക്കൾ അനുവദിക്കുക, മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ ധർണ BMS സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഈ സമരത്തിലേക്ക് ഈ സംഘടനകളെ, കേരളത്തിലെ എല്ലാ പെൻഷൻ സംഘടനകളും ഇന്ന് സമരത്തിലാണ്. എന്താണ് സമരത്തിലേക്ക് പോയിട്ടുള്ള കാര്യം? പെൻഷൻ 2019 പെൻഷൻ പരിഷ്കരണം, 11ാം പെൻഷൻ പരിഷ്കരണം, ആ പരിഷ്കരണത്തിന് ശേഷം ആ
പെൻഷൻ പരിഷ്കരണത്തിൽ കൂടി കിട്ടിയ ആനുകൂല്യം പോലും പൂർണ്ണമായി കൊടുക്കുവാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല 2009 മുതൽ അല്ലെങ്കിൽ മുൻ കാലഘട്ടം മുതൽ നമ്മുടെ കേരളത്തിന്റെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മുതൽ കേരള രൂപീകരണ കാലഘട്ടം മുതൽ പെൻഷൻകാർക്ക് സമയാസമയങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് സമയാസമയങ്ങളിൽ ശമ്പള പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെ കാലത്ത് മുടങ്ങിയിട്ടുണ്ടോ അത് ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്താണ് മുടങ്ങിയത്. 2007 ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് അന്ന് നിയോഗിച്ച കമ്മീഷൻ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് ശുപാർശ ചെയ്തെങ്കിലും 2009 നിലവിൽ വന്നത്. അതിനുശേഷം ഇപ്പൊ 2019 ശേഷം 2024 ജൂലൈ 1 മുതൽ പുതിയ ശമ്പള പരിഷ്കരണം വരേണ്ടതാണ്. പക്ഷേ ആ പുതിയ ശമ്പള പരിഷ്കരണം വരുന്നതിന് വേണ്ടി ഒരു ചെറുവിരൽ അണക്കുകയോ അതിന്റെ യാതൊരുവിധ നടപടിക്രമങ്ങളോ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. പെൻഷനേഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കുള്ള നിവേദനം തൊടുപുഴ സബ് ട്രഷറി ഓഫീസർക്ക് ജില്ലാ സെക്രട്ടറി KR രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നൽകി. സംസ്ഥാന സമിതി അംഗം K ജയശ്രീ, ജില്ലാ ട്രഷറർ ശശിധരൻ, R വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. അറക്കുളം ജില്ലാ ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ കൂട്ടധർണ B സരളാദേവി ഉദ്ഘാടനം ചെയ്തു. ഗസറ്റഡ് ഓഫീസേഴ്സ് സംസ്ഥാന സെക്രട്ടറി VK ബിജു മുഖ്യപ്രഭാഷണം നടത്തി. കരിമണ്ണൂർ സബ് ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ കൂട്ടധർണ പെൻഷനേഴ്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് VA നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. PM രാമകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ, ജില്ലാ സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റായി സണ്ണി പൈമ്പിളിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. തൊടുപുഴയിൽ നടന്ന യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ദ്വൈവാർഷിക പൊതുയോഗം തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 28 വരെ നിൽക്കുന്ന മാസങ്ങളോളം നിലനിൽക്കുന്ന താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നമ്മുടെ സംഘടനയുടെ സ്ഥാപന നേതാവ് സ്വീകരിക്കുന്നത് വളരെ കരുതലോടും വളരെ ശ്രദ്ധയോടും എക്കാലത്തും നിലനിർത്തണം. ആരൊക്കെ ഖണ്ഡിച്ചു പോയാലും ആരൊക്കെ അധികാരമോഹത്തോടുകൂടി ആഴ്ന്നിരിക്കാൻ ശ്രമിച്ചാലും ശക്തമായ ജനാധിപത്യത്തിലൂടെ അതൊക്കെ തകർക്കപ്പെടും എന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ബോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 14 ജില്ലകളിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമായി പരസ്യമായി അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഇത്രയും സുതാര്യമായി നിങ്ങളുടെ ജില്ലയിലെ മുഴുവൻ ജില്ലാ കൗൺസിലറുടെ ഫോൺ നമ്പർ സഹിതം തൻ്റെ ഇടത്തോടുകൂടി ജില്ലാ സെക്രട്ടറി പ്രദർശിപ്പിക്കാൻ ആദ്യമായി കഴിഞ്ഞത് ഇടുക്കി ജില്ലയ്ക്കാണ്. സണ്ണി പൈമ്പിളിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ ഇല്ലത്തുപറമ്പിൽ വാർഷിക റിപ്പോർട്ടും ട്രഷറർ R രമേശ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സണ്ണി പൈമ്പിളിൽ വീണ്ടും പ്രസിഡന്റായി. നജീബ ഇല്ലത്തുപറമ്പിൽ ജനറൽ സെക്രട്ടറി KR വിനോദ്, വർക്കിംഗ് പ്രസിഡന്റ് R രമേശ്, ട്രഷറർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് TC രാജു, ജനറൽ സെക്രട്ടറി PK നവാസ്, വൈസ് പ്രസിഡന്റുമാരായ നാസിർ സൈറ, ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. KR വിനോദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. കരിമണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയാണ് അവിടുത്തെ ഡോക്ടർമാർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും ആശംസകൾ നേർന്നത്. കരിമണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ EK ഗയാസ്, ഡോക്ടർ VT അരുൺലാൾ, കരിമണ്ണൂർ സ്കൂളിലെ 2010 SLC ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ അമീറ ജമാൽ നാസർ എന്നിവരെയാണ് മധുര പലഹാരങ്ങളും സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് അംഗങ്ങൾ നിർമ്മിച്ച കടലാസു പൂക്കളും നൽകി ആദരിച്ചത്. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു.
വിദ്യാലയത്തിലെ ജൂനിയർ റെഡ് ക്രോസ്, സ്റ്റുഡന്റ് പോലീസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കരിമണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയാണ് അവിടുത്തെ ഡോക്ടർമാർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും ആശംസകൾ നേർന്നത്. കരിമണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ EK ഖയാസ്, ഡോക്ടർ VT അരുൺലാൽ, കരിമണ്ണൂർ സ്കൂളിലെ 2010 SSLC ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ അമീറ ജമാൽ നാസർ എന്നിവരെയാണ് മധുര പലഹാരങ്ങളും സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് അംഗങ്ങൾ നിർമ്മിച്ച കടലാസ് പൂക്കളും നൽകി ആദരിച്ചത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഡോക്ടറെ സേവനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ ജീവൻ പോലും മാറ്റിവെച്ചുകൊണ്ട് രോഗിക്ക് വേണ്ടി എപ്പോഴും ഡോക്ടർമാര് പണിയെടുക്കുന്നതും അല്ലെങ്കിൽ അവര് കഠിനാധ്വാനം ചെയ്യുന്നതും അവരുടെ പരമാവധി അവരുടെ സമയവും കഴിവും എല്ലാം വിനിയോഗിക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസമായിട്ട് പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് ദിനത്തിൽ തങ്ങളെ തേടിയെത്തിയ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കരിമണ്ണൂർ FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EK ഖയാസ് നന്ദി പറഞ്ഞു. ജൂനിയർ റെഡ് ക്രോസ് വോളണ്ടിയർ ലീഡർ ഏഞ്ചൽ മരിയ ബിജോ ആശംസകൾ അർപ്പിച്ചു. ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർമാരായ ലിജി തെരേസ് ജോസ്, അബിതാൻ ജേക്കബ്, NCC ഓഫീസർ ജേസൺ ജോസ്, അധ്യാപകരായ സാബു ജോസ്, അൽഫോൻസ വർക്കി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന റോബിൻസൺ P. ജോസിന് KGOA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തൊടുപുഴ ഗായത്രി ഓഡിറ്റോറിയത്തിൽ ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന റോബിൻസൺ P. ജോസിന് KGOA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തൊടുപുഴ ഗായത്രി ഓഡിറ്റോറിയത്തിൽ ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർവീസ് രംഗത്ത് സ്വത്താന ഭാരവാഹികൾ എന്ന നിലയിലേക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന സമർത്ഥരായ നേതൃത്വത്തിന് വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് സർവീസ് മേഖലയുടെ സവിശേഷമായ സാഹചര്യം. ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിന് വിധേയമാകുക, നാട്ടിൽ ആർക്കും വേണ്ട എന്ന് ചിത്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായിട്ടാണ് റോബിൻസ് മാറാൻ വേണ്ടി. മൈക്കിനോട് ദേഷ്യപ്പെടുന്നവർ, അഹങ്കാരികളായ ആളെ നയിക്കുന്നവർ, ഹാഗറോട് ആക്ഷേപിക്കുന്നവർ, മുഖ്യമന്ത്രി, അങ്ങനെ എല്ലാ നിലയിലും എടുത്താൽ ഇന്ന് കേരളത്തിൽ ആർക്കും ആവശ്യമില്ലാത്ത ഒരു ഗുണമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി അതേതാണ് എന്ന് നിങ്ങൾക്കറിയാം. CPM-നെ പടഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷയായിരുന്നു. KGOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ, കേരള NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CS മഹേഷ്, KGOA സംസ്ഥാന സെക്രട്ടറി JNB വിജയൻ, ബെഫി സംസ്ഥാന ജനറൽ സെക്രട്ടറി സനൽ ബാബു, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജഹാൻ, KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MR രജനി തുടങ്ങിയവർ പ്രസംഗിച്ചു. KGOA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് കൈമാറി. സെക്രട്ടറി PS അബ്ദുൾ സമദ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ JRC യൂണിറ്റിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. നമ്പ്യാപറമ്പിൽ ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രി കാളിയാറിലേക്ക് കുട്ടികൾ ഹെഡ്മാസ്റ്റർ ജോ മാത്യുവിന്റെയും PTA പ്രസിഡന്റ് ജോബി ജോർജ് എടത്തിലിന്റെയും നേതൃത്വത്തിൽ എത്തിച്ചേർന്നു. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോം നമ്പ്യാപറമ്പിൽ ചീഫ് ഗസ്റ്റായി എത്തിച്ചേർന്നു. മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലയളവിൽ രോഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നും രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള മുൻകരുതലുകളും പ്രതിവിധികളും ഏതൊക്കെയെന്നും കുട്ടികൾക്കായി ക്ലാസ് എടുത്തു. ഏതാണ്ട് ഒരു 30% രോഗത്തെ നല്ല രീതിയിലുള്ള ചികിത്സയാണ്. പിന്നെ കുറഞ്ഞ കാര്യങ്ങളുള്ള മരുന്നിൻ്റെ പ്രത്യേകതയുള്ള ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനുള്ള താഴെയും പ്രത്യേക ലേബർ ഇടും. ലേബർ ഇടുന്നതിൽ പുറകെ മരുന്ന് അരച്ച് തരത്തിലുള്ള ലേബർ എന്ന് പറയുക. അങ്ങനെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നടുവേദന പ്രശ്നങ്ങളുടെ ശരിയായിട്ട് പോകും. മുട്ടിന് ലേബർ.
കുട്ടികളുടെ സംശയ നിവാരണങ്ങൾക്കുള്ള അവസരവും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ലഭ്യമായതിനാൽ ക്ലാസ് കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നു. കൂടാതെ BSc നഴ്സായ സേവനമനുഷ്ഠിക്കുന്ന MPTA പ്രസിഡന്റ് നാൻസി മിഥുൻ കുട്ടികൾക്ക് ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകി. പലതരം അസുഖങ്ങൾ നമ്മുടെ ഉള്ളിൽ ചേർക്കുന്നതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക കൂടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ സന്ധിവാതം പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അതിനൊക്കെ നമ്മളൊരു മഴക്കാലത്തിന് മാത്രം പ്രത്യേകമായിട്ടൊരു പ്രതിരോധ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ. ഉദാഹരണം കർക്കിടകക്കഞ്ഞി പോലെയൊക്കെ. അങ്ങനെ പ്രതിരോധമാണ് പ്രധാനമായിട്ടും ആയുർവേദത്തിൽ മഴക്കാലജന്യ രോഗങ്ങൾക്ക് വേണ്ടി പറയുന്നത്. കുട്ടികളെ വിവിധ തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് പരിചയപ്പെടുത്തിയതും ഡോക്ടേഴ്സ് ദിനാചരണത്തെ മികവുറ്റതാക്കി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സാൽജി ഇമ്മാനുവൽ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ നേതൃത്വം നൽകി. സമൂഹത്തിന്റെ ആരോഗ്യത്തിനായി ഡോക്ടർമാർ നടത്തുന്ന തീവ്ര പരിശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കാൻ വീണ്ടും ഒരു ദിനം കൂടി. നമ്മുടെ സ്വന്തം ജീവൻ കൊടുത്തും മുൻപിലുള്ള രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു മടിയും അവർക്കില്ല. യാതൊരു വേർതിരിവുമില്ലാതെ അഹോരാത്രം പ്രവർത്തിക്കുന്ന ആതുര സേവകരുടെ സംരക്ഷണം സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമാസ് ലീഹായുടെ ദുഃഖറാന തിരുനാൾ ജൂലൈ 3 ആഘോഷിക്കും. തിങ്കളാഴ്ച വികാരി ഫാദർ മാത്യൂസ് മാളിയേക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക ദിനാഘോഷവും ഇടവകയിലെ വിവിധ കുടുംബ യൂണിറ്റുകൾ അവതരിപ്പിച്ച കലാസന്ധിയും നടന്നു. കേരളത്തിലെ അതിപുരാതന ക്രൈസ്തവ കേന്ദ്രവും കിഴക്കിന്റെ മാതൃദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമായ മൈലക്കൊമ്പ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമാസ് ലീഹായുടെ ദുഃഖറാന തിരുനാൾ ജൂലൈ 3 ആഘോഷിക്കും. പ്രാചീനത്വം കൊണ്ട് പ്രശസ്തമായ ഈ ദേവാലയം സ്ഥാപിച്ചത് വിശുദ്ധ തോമാസ് ലീഹ തന്നെയാണെന്ന് പാരമ്പര്യം പറയുന്നു. മൈലക്കൊമ്പ് പള്ളിയിൽ നിന്നുമാണ് തൊടുപുഴ, മൂവാറ്റുപുഴ, കുന്നത്തുനാട് താലൂക്കുകളിലെ എല്ലാ ദേവാലയങ്ങളും രൂപം കൊണ്ടിരിക്കുന്നത്. 15-ാം നൂറ്റാണ്ട് മുതലുള്ള പാശ്ചാത്യ ചരിത്രകാരന്മാരുടെയും മിഷണറിമാരുടെയും രേഖകളിൽ മൈലക്കൊമ്പ് പള്ളിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇന്നും ധാരാളം വിശ്വാസികൾ മൈലക്കൊമ്പ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് നിരവധി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വരുന്നു. വികാരി ഫാദർ മാത്യൂസ് മാളിയേക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക ദിനാഘോഷവും ഇടവകയിലെ വിവിധ കുടുംബ യൂണിറ്റുകൾ അവതരിപ്പിച്ച കലാസന്ധ്യയും നടന്നു. ജൂലൈ 3 ബുധൻ ദുഃഖറാന തിരുനാൾ ദിവസം രാവിലെ 6-നും 7:15-നും 8:30-നും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. രാവിലെ 10:15-ന് ആഘോഷമായി തിരുനാൾ കുർബാന ഫാദർ ആന്റണി ഞാലിപ്പറമ്പിൽ, ഫാദർ ആന്റണി പുത്തൻകുളം സന്ദേശം നൽകും. വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രസിദ്ധന്തി വാഴ്ചയും പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണക്കവും ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ മാത്യൂസ് മാളിയേക്കൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രകടനവും ധർണയും നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം SP സുമോദ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KV സാജൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രകടനവും ധർണയും നടത്തി. 12-ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടറേറ്റിന് മുമ്പിലേക്കും ഇടുക്കി ജില്ലയിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുമ്പിലേക്കും ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനവും ധർണയും ജീവനക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ജീവനക്കാരുടെ കൈകളിൽ എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ എടുക്കണമെന്ന് തൊടുപുഴയിൽ ജീവനക്കാരുടെ പ്രതിഷേധ മാർച്ചിന് ശേഷമുള്ള ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം SP സുമോദ് പറഞ്ഞു. കുടിശ്ശികയെപ്പറ്റി മറന്നുപോയ ഏകടീയ ഉത്തരവ് കേരളത്തിലെ സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ ഏകടീയ ഉത്തരവാണ് കഴിഞ്ഞു പറയേണ്ടത്. അതും കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ പ്രിയപ്പെട്ട LDF ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വേദനാജനകമായ കാര്യം. പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നാൽ ഈ കുടിശ്ശിക ഇപ്പോഴും 17% കുടിശ്ശികയായി നിൽക്കുക. അത് എന്നുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് ഈ താമര വിരിഞ്ഞടക്കമുള്ള ഒരു സീറ്റിലെ വിജയമടക്കമുള്ള കാര്യങ്ങളെ പറ്റി കേരളത്തിൽ LDF വലിയ ഗഹനമായി ചിന്തിച്ചപ്പോൾ കേരളത്തിന്റെ മന്ത്രിസഭ കൂലങ്കുഷമായി ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു സർക്കാർ ജീവനക്കാരന്റെ വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. 5,21,28,000 വരുന്ന സർക്കാർ ജീവനക്കാരന്റെയും അതിനേക്കാൾ കൂടുതൽ വരുന്ന പെൻഷൻകാരന്റെയും എല്ലാം കുടുംബങ്ങളുടെ വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ന്യായമായ അവകാശങ്ങൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കുവാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വലിയ ആഹ്ലാദത്തോടെയാണ് ഞാൻ നിങ്ങളെല്ലാം കേട്ടത്. ഈ പ്രതിജ്ഞാബദ്ധമാകുന്നതും
സമയബന്ധിതമാകുന്നതും എന്നാണ് ബന്ധിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വിഷയം. എന്തെങ്കിലും ബന്ധിക്കപ്പെട്ടാൽ സമയം എന്തെങ്കിലും ബന്ധിക്കപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മളെ സംബന്ധിച്ച് ജീവനക്കാരന് അടിയന്തരമായി അവന്റെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തണമെങ്കിൽ അവന്റെ DA കുടിശ്ശിക കൊടുത്തു തീർത്തേ പറ്റൂ. നമുക്കറിയാം DA കുടിശ്ശിക എന്നുള്ളത് ക്ഷാമബത്ത കുടിശ്ശിക ആദ്യമായല്ല. ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന കാലം പോലെയാണ് ക്ഷാമബത്ത കേരളത്തിൽ ജീവനക്കാർ കെട്ടി തുടങ്ങിയത്. നമുക്ക് ക്ഷാമബത്ത കെട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ 7 ഗഡു ക്ഷാമബത്ത മുടങ്ങിയ സമയത്ത്, അതായത് 3.5 വർഷം മുമ്പായിരിക്കും 7 ഗഡു മുടങ്ങുന്നത്. 3.5 വർഷം മുമ്പ് ക്ഷാമബത്ത മുടങ്ങുമ്പോൾ കേരളത്തിൽ അരിക്ക് വില ഒരു 40 രൂപയെ കാണുകയുള്ളൂ. 40 താഴെ ആയിരിക്കും. ആ 40 രൂപയ്ക്ക് ഇന്ന് അരി കിട്ടുമെങ്കിൽ പച്ചക്കറിക്ക് വിലയെന്ന് നമുക്കറിയാം. ഇന്ന് ബീഫിന്റെ വില 400+ ആയി കഴിഞ്ഞു. ചിക്കന്റെ വില 180+ ആയി കഴിഞ്ഞു. മീനിന്റെ വില പറയാൻ മത്തി പോലും 400 കഴിഞ്ഞ അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ പച്ചക്കറിയുടെ വില എത്രത്തോളം എത്തിയിരിക്കും നമുക്കറിയാം. അത്രയേറെ ഓരോ സാധനങ്ങളും വില വർദ്ധിക്കുമ്പോൾ സർക്കാർ ജീവനക്കാരന്റെ വരുമാനത്തിൽ 1 രൂപയുടെ വർധനമില്ലാത്ത ചരിത്രം എന്ന് പറയുന്നത് 3.5 വർഷം 1 രൂപ വർധനമില്ലാതെ 3.5 വർഷം കഴിഞ്ഞു പോയി എന്നുള്ളത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് മാത്രമെന്നുള്ളത്. കൂലിപ്പണിക്കാരന്റെ വേതനത്തിൽ പോലും വർധന വരുമ്പോൾ കേരളത്തിൽ സർക്കാർ ജീവനക്കാരൻ മാത്രം സേവന മേഖലയിൽ നന്നായി പണിയെടുക്കുന്ന സർക്കാർ ജീവനക്കാരൻ കേരളത്തിലെ സിവിൽ സർവീസിനെ ഞാൻ പറഞ്ഞു വന്ന CH ഗവൺമെന്റിന്റെ കാലം മുതൽ വളർന്നു വന്ന സിവിൽ സർവീസ്, ആ വളർന്നു വന്ന സിവിൽ സർവീസിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് കേരളം ഇങ്ങനെ കേരളമായി മാറിയത്. വിദ്യാഭ്യാസ രംഗത്തെ വലിയ ഇടപെടൽ കൊണ്ടാണ് കേരളം നമ്പർ 1 ആയി വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നത്. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KV സാജൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KS രാകേഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ B സുധർമ്മകുമാരി നന്ദിയും പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രമേശ്, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ നിശാന്ത് M പ്രഭ എന്നിവർ പ്രസംഗിച്ചു. PT ഉണ്ണി, CG അജീഷ, VM ഷൌക്കത്ത് അലി, സുഭാഷ് ചന്ദ്രബോസ്, ബിജു ചന്ദ്രൻ, NS ഇബ്രാഹിം, ബഷീർ, V മുഹമ്മദ്, CS സുമിതമോൾ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. എല്ലാവരും സമരക്കഞ്ഞി കഴിച്ചതിന് ശേഷമാണ് പ്രതിഷേധ പരിപാടി സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ഷേമനിധി ജില്ലാ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM മാണി അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് TC രാജു തരണിയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ഷേമനിധി ജില്ലാ ഓഫീസിന് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM മാണി അധ്യക്ഷത വഹിച്ച യോഗത്തിന് ജില്ലാ സെക്രട്ടറി സെബാൻ ആതിര സ്വാഗതം പറഞ്ഞു. മർച്ചന്റ്സ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് TC രാജു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ത്യാഗം സഹിച്ച് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ തൊഴിലെടുക്കുന്നത്. ഈ തൊഴിലെടുത്ത് 60 വയസ്സ് നമ്മൾക്ക് ഒരു ഏക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് ന്യായമായ പെൻഷൻ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അംശാദായം അടയ്ക്കാതെ തന്നെ സർക്കാർ തരണം. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടൊക്കെ ഇതിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് വന്യമൃഗങ്ങളാണ്. വന്യമൃഗങ്ങൾ നമ്മളെ ഉപദ്രവിച്ചാൽ പോലും യാതൊരു നടപടിയില്ല. നമ്മളൊരു വന്യമൃഗത്തെ കൊല്ലാൻ പോയാൽ നമ്മൾ അകത്തു പോകും. ഇതൊക്കെ ഒരു രാജ്യത്ത് കാണാത്ത രീതിയിൽ ഉള്ളൊരു ഈ സംഭവമാണ് കാണുന്നത്. അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അവകാശങ്ങൾ വളരെയധികം ന്യായമാണ്. ഇത്രയും ത്യാഗം സഹിക്കുന്ന ആളുകൾ 60 വയസ്സ് കഴിഞ്ഞ് ന്യായമായ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സമരം ചെയ്യാന്നുള്ളത് ദുഃഖകരമാണ്. ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ വോട്ട് മേടിച്ച് ജയിച്ച് അധികാരത്തിലേറി കഴിയുമ്പം നമ്മുടെ കാര്യത്തിൽ അവർക്ക് നമ്മളെ മുഖത്തിരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും മന്ത്രി തയ്യാറാകുന്നില്ല. ഇത് വളരെ നിരുത്തരവാദപരമാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ ഇപ്പം ഫുൾ A+ കിട്ടിയ പിള്ളേർക്ക് പോലും നമ്മുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ സീറ്റില്ല. ഇതൊക്കെ അവർ സമരം ചെയ്യുകയാണ്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കൊണ്ട് അതുപോലെ സംസ്ഥാന SHG കോർഡിനേറ്റർ TG ഷാജി, സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ എൻവീസ്, ജില്ലാ PRO സുനിൽ കളർഗേറ്റ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിയോ ടോമി, കമൽ സന്തോഷ്, ജ്യോതിഷ് കുമാർ, അലി പെരുന്നിലം, ശ്രീകുമാർ വണ്ടിപ്പെരിയാർ, പീരുമേട് മേഖലാ സെക്രട്ടറി സോണിയ മാത്യു, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ലിൻസൺ രാഗം, മുൻ ജില്ലാ പ്രസിഡന്റ് PA സുധീർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ട്രഷറർ ബിജോ മങ്ങാട്ട് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. നേര്യമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാവളങ്ങാട് മുൻ UDF പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിയ ഈവനിംഗ് OP പുനഃസ്ഥാപിക്കണമെന്നും സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് UDF പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണ UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു. UDF എറണാകുളം ജില്ലാ കൺവീനർ ശ്രീ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഈ പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുത്ത് വിജയിപ്പിക്കുവാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്.
മഴക്കാല പൂർവ്വരോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും നടത്താതെ നാട്ടിലെ സാധാരണക്കാർക്കും കൂലിപ്പണിക്കാർക്കും ഏറെ പ്രയോജനം കിട്ടിയിരുന്നു. കഴിഞ്ഞ ഭരണസമിതി നടപ്പാക്കിയ ഈവനിംഗ് ഒ.പി. 6 മാസക്കാലമായി പ്രവർത്തിപ്പിക്കാതെ നേര്യമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കവളങ്ങാട് മുൻ UDF പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ ഈവനിംഗ് ഒ.പി. പുനഃസ്ഥാപിക്കണമെന്നും സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് UDF പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണ UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനമെല്ലാം മുടങ്ങിയിരിക്കുകയാണെന്നും 6 മാസം കഴിയിട്ടും HMC കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നില്ലെന്നും സ്ഥിരമായി ഡോക്ടർമാരില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നതായും ഷിബു തെക്കുംപുറം പറഞ്ഞു. വാർഡ് തലത്തിൽ മഴക്കാലപൂർവ്വ രോഗപ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നും വാർഡ് തല സാനിറ്റേഷൻ ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വെച്ച ഹെൽത്ത് ഗ്രാന്റ് ഒന്നും വിനിയോഗിച്ചിട്ടില്ലെന്നും ഷിബു തെക്കുംപുറം കൂട്ടിച്ചേർത്തു. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയാണ് ഈവനിംഗ് ഒ.പി. നിർത്തലാക്കിയതെന്നും നേതാക്കൾ വ്യക്തമാക്കി. വലിയ തോതിൽ മുന്നോട്ട് പോകുന്ന വലിയ ആശങ്ക പരത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന മറ്റ് പനികളെല്ലാം വ്യാപകമായി നിങ്ങൾക്കറിയാം. എല്ലാ ആശുപത്രികളിലും 100 കണക്കിന് രോഗികളാണ് ചികിത്സയുമായി എത്തുന്നത്. ഇവിടെ നേര്യമംഗലം ആശുപത്രിയുടെ അവസ്ഥ ഡോക്ടറില്ല, മരുന്നില്ല, ഒരു സഹായവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ. ഏറ്റവും വലിയ തോതിൽ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങി വെച്ച കാരുണ്യ ചികിത്സാ പദ്ധതി അത് അട്ടിമറിച്ച ഒരു ഗവൺമെന്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ആരോഗ്യ മേഖലയെ തകർക്കുന്ന ഈ നിലപാടിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് യോഗത്തിൽ ജെയ്മോൻ ജോസ് അധ്യക്ഷനായി. AG ജോർജ്, KP ബാബു, ഇബ്രാഹിം കവല, MS എൽദോസ്, ബാബു ഏലിയാസ്, സൈജൻ ചാക്കോ, AC രാജശേഖരൻ, PR രവി, PC ജോർജ്, ജിൻസിയ ബിജു, സൗമ്യ ശശി, ജിൻസി മാത്യു, രാജേഷ് കുഞ്ഞിമോൻ, സന്ധ്യ ജെയ്സൺ, KM അലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. PMA കരീം സ്വാഗതവും ലിനോ തോമസ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി മുട്ടം തോട്ടുംകര മുതൽ ചള്ളാവയൽ വരെയുള്ള ഭാഗത്ത് റോഡ് കുഴിച്ച് പൈപ്പ് ഇട്ടതിനു ശേഷം ടാറിംഗ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട്ടുംകരയിൽ പ്രതിഷേധ യോഗവും റോഡ് ഉപരോധവും നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബിസ് ജോസ് അധ്യക്ഷത വഹിച്ച യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ പൂച്ചക്കുഴി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ NK ബിജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എബി തറയിൽ എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി. നമുക്കറിയാം, വേനൽക്കാലത്ത് വലിയ ജലാശയം 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള മലങ്കര ജലാശയമാണെങ്കിൽ പോലും 2 കനാലിലൂടെ ജലസേചന പദ്ധതിയാണ് നമ്മുടെ പദ്ധതി. അത് ജലവൈദ്യുത പദ്ധതിയല്ല, ജലസേചന പദ്ധതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മൂലമറ്റത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ചൊക്കെ പുറത്തേക്ക് വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി കൃഷിക്കും മറ്റ് കുടിവെള്ളത്തിനുമൊക്കെയായി ഉപയോഗിക്കുന്ന ജലസേചന പദ്ധതി. അതുകൊണ്ടാണ് നമുക്ക് യന്ത്രവർക്കുന്ന ബോട്ടൊന്നും ഇവിടെ ഇറക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് ടൂറിസം മേഖലയിൽ. അപ്പൊ നമ്മുടെയൊക്കെ ഒരു സ്വപ്ന പദ്ധതിയാണ് വിശാലമായ തടാകം. പക്ഷെ വേനൽക്കാലത്ത് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് പലപ്പോഴും തടസ്സം വരുമ്പോ ഗണ്യമായി ജലവിധാനം മലങ്കര ഡാമിൽ കുറയുകയാണ്. അപ്പോ 2 കനാലുകൾക്കിടെ വെള്ളം വിടണം, വൈദ്യുതി ഉത്പാദിപ്പിക്കണം, അതിനുശേഷം തൊടുപുഴ ആറ്റിലൂടെ വെള്ളം ഒഴുക്കാൻ വലിയ പ്രശ്നമാണ്. ആ സമയത്താണ് ഒരു മീറ്റർ വ്യാസത്തില് 4 വലിയ ഹൈപവർ മോട്ടോർ ഉപയോഗിച്ച് മീനച്ചിൽ പദ്ധതിക്ക് വെള്ളം എടുക്കുന്നതിന് തടസ്സമല്ല. ഇപ്പോ റോഷിയാസിനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാർക്സിസ്റ്റ് പാർട്ടിയാണ് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ട്രഷറികളിൽ കൂട്ടിയിരിക്കുന്ന സാഹചര്യം നമുക്കൊരു തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും ഒരു ഫണ്ടുകൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാന ഭരണം എത്തിച്ചിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് തന്നെയാണ് മീനച്ചിൽ കുടിവെള്ള പദ്ധതിയുടെ അന്തകനെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കുടിവെള്ള പദ്ധതി മീനച്ചിൽ പ്രദേശത്തേക്കാണെങ്കിൽ ഇന്ന് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്ന കുഴികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ തോട്ടുംകരയിലും ചെള്ളാവയിലും എല്ലാം മീൻ വളർത്തുന്നതിന് വേണ്ടിയുള്ള കുഴി കുത്തിയിരിക്കുന്നത് പോലെയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അതുപോലെയുള്ള കുളമാണ്. മീൻ കുളങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതിയായി ഈ മീനച്ചിൽ കുടിവെള്ള പദ്ധതി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് എന്നേ പറയാനുള്ളൂ, ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ ഒരു രീതിയിലും ഒരു കുടിവെള്ള പദ്ധതിയല്ല ഏത് പദ്ധതി നടപ്പിലാക്കിയാലും അത് ജനത്തിന് ഉപകാരമാകുന്ന രീതിയിൽ, ജനത്തിന് ദോഷമില്ലാത്ത രീതിയിൽ നടത്തേണ്ടതാണ്. ഈ കുടിവെള്ള പദ്ധതിയുടെ ഈ പൈപ്പുകൾ ഇട്ടിരിക്കുന്ന സ്ഥലം അടിയന്തരമായി മൂടി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് അടിയന്തരമായി ടാർ ചെയ്തുകൊണ്ട് ഈ ആളുകൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം. അപകടരഹിതമായ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസിന് നമുക്കറിയാം
ഈ സമര പരിപാടികൾ ഇന്നൊരു റോഡ് ഉപരോധമാണ് നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നാളുകളിൽ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വകുപ്പ് മന്ത്രിമാർക്ക് മുട്ടം വിട്ട് കടന്നു പോകണം എന്ന് വേണ്ടി ഒരിക്കൽ ചിന്തിച്ചിട്ട് വേണം മുട്ടം വഴി കടന്നു പോകണമെന്നാണ് ഈ കോൺഗ്രസിന് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസിലേക്ക് BJP തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ട്രഷറികൾക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി. ധർണ BMS സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റായി സണ്ണി പൈമ്പിളിലിനെ വീണ്ടും തെരഞ്ഞെടുത്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി റോബിൻസൺ പി ജോസിന് KGOA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലീഗയുടെ ദുക്രാന തിരുനാൾ ജൂലൈ 3 ആഘോഷിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.